ഹായ് ഫ്രണ്ട്സ്. അതെ, സീസൺ 2 ഫൈനൽ എപ്പിസോഡ്. ഫ്രണ്ട്സ്, അതെ മമ്മി അതൊന്നും പറ്റില്ല. അങ്ങനെ കുട്ടികൾ വേളയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ജിന്ന് നാളെ പോകാൻ വന്ന് സമാധാനമാക്കി. അങ്ങനെ കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കാം. കുട്ടികളെല്ലാം വളർന്ന് വലുതായി. അതെ, ജിൻ 4 ബേബീസ്, അതെ 5 ബേബിയാണ് ജിന്നുക്കും. അതുകൊണ്ട് 2 പേർക്ക് 5 ബേബി, മിയക്കും ജിന്നുക്കും. അതെ, ഫ്രണ്ട്സാണ് 2 പേര്, ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ 2 പേര് കുട്ടികളെല്ലാം വളർന്നു വലുതായി. അതെ, ചിന്നു ഫസ്റ്റ് ബേബി ഒരു സയൻറ്റിസ്റ്റാണ്. രണ്ടാമത്തെ ഗേൾ ബേബി ഒരു ഡോക്ടറാണ്. മൂന്നാമത്തെ ബേബി ബിസിനസ് മാൻ. മൂന്നാമത്തെ ബേബി ഒരു ഗേൾ ബേബി. നാളത്തെ ലാസ്റ്റ് ബേബി ഒരു ഐഡലായി മാറി. അത് അഞ്ചാമത്തെ ബേബി അതും ഒരു ഐഡലാണ്. 2 ബേബി ഐഡലായി, ആക്ടർ ഐഡൽ. ലാസ്റ്റ് ബേബി ബോയ് ബേബിയാണ്, ഐഡലായി മാറി. അങ്ങനെ കൊണ്ട് മിയാക്കും അത് മാതിരിയാണ്. എല്ലാ ബേബി ഓരോന്ന് ബിസിനസ് മാനായി. ഗേൾ ബേബി അതെ ഓരോന്ന് ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ മാതിരി ഓരോന്ന് ബിസിനസ് മാനായി. അങ്ങനെ ഗേൾ ബേബി ബോയ് ബേബി മിയാനെ പോലെ ഒരു ആക്ടറായി മാറി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി താമസിക്കുന്നതിന്. അങ്ങനെ ഓരോന്ന് അങ്ങനെ. അർജുൻ, എന്ത് പറ്റി? അർജുൻ ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറ്റി? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി? അതല്ല, നമ്മളെ കുട്ടികൾക്ക് മാരേജ് ചെയ്യാം. എന്താ പറയുക? അതെ, എല്ലാ കുട്ടികൾക്ക് കല്യാണ പ്രായമായി. എന്താ പറയാം, മിയ പറയാ? അതെ, നമ്മളെ അതെ മിയ പറയാം. അത് മാത്രമല്ല, ജിന്നിൻ്റെ മകനും നമ്മളെ മകനിക്ക് പെണ്ണ് നോക്കാൻ പോവാൻ മിയ പറഞ്ഞു. എന്തിടീ പറയാ? ഇവിടെ കൊറിയയിലുണ്ടല്ലേ? മിയ പറയാ, എനിക്ക് ഇന്ത്യയിൽ തന്നെ വേണം. അങ്ങനെ പറഞ്ഞു. അതെ, അവളും എൻ്റെ ഫ്രണ്ടും പറഞ്ഞായിരുന്നു. അങ്ങനെ 2 പേരും ഫ്രണ്ടും മാതിരിയായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് വന്നു. അങ്ങനെ മിയ പറഞ്ഞു, എടി പ്രിയ, എന്തെടി? അതെ, എവിടെടി ഇന്ന് ഗ്രാമത്തിൽ പെണ്ണ് കിട്ടൂ? അതെടി, കുറച്ച് സിറ്റി കുറച്ച് ഗ്രാമമാണ്. അങ്ങനെ മിയ ഇങ്ങനെ ഇങ്ങനെ മിയ ഓരോന്ന് പോയി സ്വീകരിച്ച് നോക്കി. ഇവിടെ ഒന്നുമില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അതെ ഫസ്റ്റ് പ്രിയ നോക്കി, ഒരു പെണ്ണ് സെറ്റിൽ. അങ്ങനെ വീട്ടിലൊരു പൊരനെ ഇറങ്ങി വരുന്ന കണ്ടു പെണ്ണ്. പെണ്ണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് മറമോൾ. ഓക്കെ, ഇവളെ കുട്ടി ഫോളോ ചെയ്യാം. അങ്ങനെ പ്രിയ ഫോളോ ചെയ്തു. നല്ല കുട്ടിയെന്ന് അറിഞ്ഞു. അങ്ങനെ ഇവളെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി പോയി. ഹലോ മിയ, നീ കണ്ടുപിടിച്ചോ? ഇല്ല. മിയാൻ്റെ അടുത്ത് വന്നു. മിയ കണ്ടുപിടിച്ച്, ഇല്ലടി, ഇവിടെ ഒരു പെണ്ണ് സെറ്റിലുള്ള. അങ്ങനെ മിയ നോക്കി. എടി അവിടെ നോക്ക്. എന്തടി? അതെ, എന്ത് നടന്നു ഇവിടെ? അങ്ങനെ ഓടി വന്നു. എന്തു പറ്റി? മോളെ പേരെന്താ? എന്തു പറ്റി? ഇവരെ ജോലി മിയൊക്കെ സാഡായി. നിന്നെ കാണാൻ ഞാൻ വരാം എന്ന് മിയ പറഞ്ഞു വന്നു. എടി, നിനക്ക് പെണ്ണൊക്കെ? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. മിയ പറഞ്ഞു. ശരി, ഓക്കെ, നമ്മളെ മകനിക്ക് സെറ്റാവും. അങ്ങനെ സംസാരിച്ചു. മിയ, ഇവര് പെണ്ണ് സെറ്റാവട്ടി. ശരി, ഇവളെ ഡീറ്റെയിൽസ് അറിഞ്ഞു. എനിക്കവളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മിയ വരച്ച് പോയി. അങ്ങനെ കുട്ടികൾ ഫസ്റ്റ് പ്രിയ കണ്ടുകിട്ടി. അതെ, പ്രിയ പറ്റി സംസാരിച്ചു. ഹായ്, എൻ്റെ പേര് പ്രിയ പറഞ്ഞിട്ട് ഞാൻ കൊറിയന് വന്നതാ. അതുകൊണ്ട് നിങ്ങളെ മകളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി മാം. അതെ നിങ്ങൾ പണക്കാര. എൻ്റെ മകളിങ്ങനെ എന്ത് പഠിച്ചിട്ടുണ്ട്? അതെ, എൻ്റെ മകൾ +2 പഠിച്ചിട്ട്. എത്ര പ്രായം? ശരി, ഓക്കെ, നിങ്ങളെ മകളെ എൻ്റെ മകനക്ക് മാരേജ് ചെയ്യാം. ഓക്കെയാണ്. അങ്ങനെ സംസാരിച്ച് അവർ ജനമേക്കും ഓക്കെ ആയി. ഒന്നും തരം വേണ്ട, ഞങ്ങൾ ഒന്ന് ഇട്ടോളാം എന്ന് പറഞ്ഞ് സംസാരിച്ച് അവർ അവിടുന്ന് വന്നു. മിയ, നമുക്ക് അവളെ നോക്കാം. അങ്ങനെ കൊണ്ട് അങ്ങനെ ആ പെൺകുട്ടീൻ്റെ അതെ അവിടുത്തെ ചിറ്റിയാണ് കൊടുമ ചെയ്തിരുന്നു. അങ്ങനെ ആ കുട്ടീൻ്റെ അടുത്ത് വന്നു. അതുമാത്രമല്ല, അവർ പടത്തിറക്കിയായിരുന്നു. ആ കുട്ടീനോട് വന്നു. ശരി, വാ നമുക്ക്. അങ്ങനെ വീട്ടിൽ 2 പേര് അങ്ങനെ റെഡി മാരേജ് ഇട്ട് വന്നു. അങ്ങനെ ഈ സംസാരിച്ച് അങ്ങനെ അർജുൻ മകനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതെ, ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ പറയാൻ പോവാം. അങ്ങനെ 2 പെൺകുട്ടികളുടെ മാരേജ് അങ്ങനെ കൊണ്ട് മാരേജ് ഇന്ത്യ സൈസ് മാരേജ് ആയിരുന്നു, കൊറിയ സൈസ് മാരേജ് ആണ്. അങ്ങനെ ഇപ്പോൾ ജിന്നിൻ്റെ മകൻ വന്നു. രാഹുൽ എന്ന പേരാണ്. അതെ, രാഹുൽ വന്നു സ്റ്റേജിൽ നിന്നു.
രാഹുലിനെ മാരേജ് കഴിക്കാൻ മധുവിന് സമ്മതമാണോ പറഞ്ഞു. അതെ, മധുവാണ് പേര്, മധുമതിയാണ്. നെക്സ്റ്റ് അർജുൻ്റെ മകൻ ആര്യ വന്നു. ആര്യക്ക് കീർത്തിൻ്റെ മാരേജൊക്കെ സമ്മതമാണ് ഫാദർ. അങ്ങനെ അങ്ങനെ രണ്ടുപേർക്കും മാരേജ് നടന്നു. നന്നായിട്ട് മാരേജ് നടന്നു. അങ്ങനെ കൊണ്ട് അത് ഓരോന്നും അങ്ങനെ എല്ലാ കുട്ടികൾക്കും മാരേജായി. അതെടി, ഇവർക്ക് രണ്ടുപേർക്ക് മാരേജ്. അങ്ങനെ ജിന്നു വന്ന് നോക്കി, അർജുനെ നോക്കി. എന്താടാ ഇവിടെ നടക്കുന്നത്? ജിന്നുക്ക് ഷോക്കായി. അർജുനക്ക് ഹൈനാട്ടി ഷോക്കായി. അർജുൻ്റെ മകളും ജിന്നിൻ്റെ മകൾ ലവ് ചെയ്യുന്നു. ഇത് രണ്ട് കണ്ട് ഷോക്കായി. എല്ലാവർക്കും മാരേജ്, ഇവർക്ക് രണ്ടുപേർക്കാണല്ലോ മാരേജ് കഴിക്കാൻ ബാക്കിയുള്ളത്. അങ്ങനെ അവർക്കും മാരേജ് നടന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി എൻഡിങ്ങായി സന്തോഷത്തിൽ അവരിയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് പ്രായമായി. അതെ, ഗ്രാൻഡ്പായി. ഗ്രാൻഡ്പാ എന്ത് പറ്റി മകനെ എന്ന് ജിൻ ചോദിച്ചു. നിങ്ങളെ ലവ് സ്റ്റോറി സൂപ്പറായിട്ടുണ്ട് ഗ്രാൻഡ്പാ. അതെ എന്ത്? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിയുണ്ട് വന്നു. അച്ഛാ ജിന്നിന് മകൻ ഓടി വന്നു. പറയാം, അച്ഛാ എന്താടാ, എന്ത് പറ്റി? അച്ഛാ നിൻ്റെ മകൻ എന്തൊക്കെ പറ്റി? ജിൻ ചോദിച്ചു. അച്ഛാ എൻ്റെ മകനക്ക് ആക്ടിങ് ചാൻസ് കിട്ടി. ഓ അങ്ങനെയാണോ? ശരി. അച്ഛാ എൻ്റെ മകൻ പാസ്സായി. എന്താടാ, എന്താ മോളെ പറയാം? അങ്ങനെ ജിന്നിൻ്റെ മകൾ വന്ന് പറയും, അച്ഛാ എൻ്റെ മകൻ പാസ്സായി. എന്താ പാസ്സായത്? അതെ അച്ഛാ, അവനക്ക് ഓഡിഷനിൽ കിട്ടി സീറ്റ്. ഇപ്പോൾ ബോയ്സ് ഗ്രൂപ്പ് 7 മെമ്പർ ബോയ്സ് ഗ്രൂപ്പ് അടലും മാറി. അങ്ങനെയാണോ? അങ്ങനെ രണ്ടുപേരും സന്തോഷത്തിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ കൊണ്ട് അങ്ങനെ ന്യൂസ് ചാനലവർ വന്ന് ജിന്നിന് ഇൻ്റർവ്യൂ ചോദിക്കാൻ, സാർ നിങ്ങളെല്ലാം മുമ്പെല്ലാം ഭയങ്കര ഫേമസ് ആയിരുന്നു, ഇപ്പോൾ അതൊന്നും പറ്റില്ല ജിന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുട്ടികൾ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ ആകാശത്തിൽ ഇപ്പോൾ എല്ലാം ചേഞ്ചായി. ഇപ്പോൾ എല്ലാം ചേഞ്ച് ആയിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം ഹാപ്പിയായി സന്തോഷത്തിൽ താമസിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, എല്ലാ കുട്ടികളും ഇപ്പോൾ ജിന്നുക്ക് 5 ബേബി. അങ്ങനെ ഓരോന്ന് വലിയ തരപ്പാടില്ല. അവരെല്ലാവരും താമസിക്കാൻ തനിയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി എൻഡിങ്. ഫ്രണ്ട്സ്, നെക്സ്റ്റ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ഞാൻ തരാം. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഫ്രണ്ട്സ്? നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിനെ വീണ്ടും കാണാം. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ബൈ.